അസ്സലാമു അലൈക്കും. റബ്ബ് ഒരാളെ വെറുത്തു തുടങ്ങി അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ റബ്ബ് കൈവിട്ടു എന്നതിൻ്റെ ആദ്യത്തെ അടയാളം എന്താണെന്നറിയോ? അവർക്ക് നിസ്കാരങ്ങൾ ശരിയായി നിർവഹിക്കാൻ കഴിയില്ല. കാരണം റബ്ബ് റസൂലുള്ളാഹിനെ അടുത്തേക്ക് വിളിച്ചിട്ട്, അതായത് ഒരൊറ്റ പ്രവാചകർക്കും നൽകാത്ത മൂസാ നബി പോലും റബ്ബിൻ്റെ പ്രകാശം കണ്ടപ്പോൾ തന്നെ മയങ്ങി വീണു. ഏഴാം ആകാശവും അർഷും കുർസും സിദ്റത്തുൽ മുൻതഹയും കടന്ന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലോരോട് പറഞ്ഞു അത്രേ, ഇനി എനിക്ക് വരാൻ സാധിക്കില്ല, എൻ്റെ പരിധി കഴിഞ്ഞിരിക്കുകയാണ്, തങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി. അങ്ങനെ റസൂലോര് റബ്ബിൻ്റെ സന്നിധിയിലെത്തുന്ന നിമിഷം ജിബ്രീലിന് പോലും എത്താൻ പറ്റാത്ത സ്ഥലത്ത് നമ്മുടെ റസൂലോർ എത്തിയിട്ട് റബ്ബിനെ കണ്ട് റബ്ബ് സമ്മാനമായി നൽകിയതാണ് നിസ്കാരം. എന്തിനാ നൽകിയതെന്നറിയോ? നമ്മളെ മറ്റ് സമുദായത്തിലെ ജനങ്ങൾ, അതായത് 800ഉം 1000 കൊല്ലമൊക്കെ ജീവിച്ചപ്പോൾ എത്ര അമലുകൾ അവർ ചെയ്തിട്ടുണ്ടാവും. അത് പരിഹരിക്കാൻ റസൂലോരുടെ ഉമ്മത്തിന് നൽകിയതാണ് നമ്മൾ 10-20 കൊല്ലം നിസ്കരിക്കുന്നത്. അവർ 1000-2000 വർഷം ചെയ്ത അമലുകളേക്കാൾ മഹത്തമായതാണ് ഈ ഒരു സമ്മാനം. അപ്പോൾ റബ്ബ് ഒരാളെ വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിസ്കരിക്കാൻ തോന്നുകയില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ തിരിഞ്ഞു നടക്കും, നിസ്കാരങ്ങൾ ഖളാ ആവും. ഇന്ന് അവരോട് എത്ര നിസ്കാരം ഖളാ ഉണ്ടെന്ന് ചോദിച്ചാൽ പോലും ഓൽക്ക് കണക്കുണ്ടാവില്ല. അപ്പോൾ നിങ്ങളിനി ചിന്തിക്കണം, ഇത്രയും മഹത്തേറിയ സമ്മാനം വലിച്ചെറിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നത്. നന്നാവാൻ ഇതൊരു അവസരമായേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇനിയെങ്കിലും ഇന്നു മുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ബാങ്ക് കേൾക്കുമ്പോൾ ഒരിക്കൽ പോലും അത് കൈവിട്ട് കളയല്ലേ. ഇത്രയും മഹത്തായ ഒരു സമ്മാനം അത് നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാം കൈവിട്ട് പോകും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇനി വരുന്ന ജീവിതത്തിൽ ഓരോ നിസ്കാരവും തഖ്വയോടുകൂടി നിസ്കരിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നമ്മുടെ റബ്ബ് തരട്ടെ. ആമീൻ.